കാണേണ്ട ഒരു കാഴ്ച ഉണ്ടായിട്ട് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ചത്ത് കിടക്കണില്ല, ചത്തതുപോലെ അഭിനയിച്ചതാണ് കേട്ടോ. പിടിച്ച 2 ദിവസത്തെ കറിക്കുണ്ട്. ഒരു ചട്ടിയിലാവാം. വെള്ളത്തിൽ കിടക്കുന്ന പൂച്ചയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതേ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, ചേട്ടൻ്റെ ടിക്കറ്റ് ചേട്ടൻ്റെ കയ്യിലുണ്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം. നല്ല വ്യൂ ആണ് കേട്ടോ കാണാനൊക്കെ. പോലെ കഴിയുകയാണ് കേട്ടോ. അവിടെ ആൾക്കാരുണ്ട്, അവർ കുളിക്കാൻ വന്നതായിരിക്കും. കൊള്ളാം എന്തായാലും. നമ്മുടെ ഈ ഒരു കിളിക്കോട് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി പോകുന്നത് നേരെ, അത് ഞാൻ നേരത്തെ കണ്ട്, അടുത്ത് നേരെ പോകുന്നത് റോബോട്ടിക്സിലേക്കാണെന്ന് തോന്നുന്നു. നമുക്ക് റോബോട്ടിനെ കാണാം. വാ. ഡാൻസ് കളിക്കണോ? ഈ പട്ടികളൊക്കെ ഇവന്മാർ കൺട്രോൾ ചെയ്യണം കേട്ടാ. അവർ പറയുന്നത് ഭാവിയിൽ ഞാറ് തടാൻ, കിടക്ക വിരിക്കുക, വീട്ടിൽ വലിക്കുക, എല്ലാത്തിനും റോബോട്ട് കൊണ്ടുവരുമെന്നാണ്. അതോടെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ട്. എഴുതാനും ആളുണ്ട്. കഴിഞ്ഞ് നമ്മുടെ അടുത്തടുത്തേക്ക് പോകുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. നോക്കട്ടെ. വെള്ളം എത്തി. ഒരാൾ എന്തൊക്കെയാ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. മീനും ഉണ്ട്. നമുക്ക് ഇതിനെ പൊരിക്കണോ അതിനെ പൊരിക്കണോ? വലുത് നോക്കിയുണ്ട്. അപ്പോൾ വലുത് അതാണ് കേട്ടോ. വലിയ മീമോടെ സ്രാവ് വെള്ളത്തിനകത്തൊരു കൊട്ടാരത്തിനെ ഇട്ടേക്കണം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ തിരക്കുണ്ട്. ഇതാണ് വെള്ളം. മത്സ്യകന്യക്ക് മാസ്ക് വേണം കേട്ടോ. പാവം മത്സ്യകന്യക എയറെടുക്കാൻ മണ്ടേ പോയി. ഇപ്പോൾ താഴെ വരുന്നതാണ്. എയറെടുത്തിട്ട് ഇപ്പോൾ താഴെ വരുന്നതാണ്. എയറെടുത്ത് കഴിഞ്ഞില്ലേ പാവം. ഇപ്പോൾ വരും വന്ന് ആയിക്കോട്ടെ. വീണ്ടും ശ്വാസം എടുക്കാൻ പോയി. ശ്വാസം എടുത്തിട്ട് ഇപ്പോൾ വരുന്നതാണ് മത്സ്യകന്യക. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വന്ന് പോണം. ഓക്കെ. നമ്മുടെ അടുത്ത സ്ഥലത്തോട്ട് മീനുകൾ. ഇവിടെ നല്ല AC വെച്ചിട്ടുണ്ട് കേട്ടോ. മീനിനാണ് നമുക്കാണോ എന്തോ. ക്ലാത്തി, ഇതല്ലേ ക്ലാത്തി? ക്ലാത്തീനെ കണ്ടു. അടുത്ത മീനിനെ നോക്കാം. ഇത് ഹമൂറാണ്. പലരും കഷ്ടപ്പെട്ട് പിടിക്കാൻ നോക്കിയിട്ട് പറ്റാത്ത മീനുകൾ ഇവിടെ ഒന്ന് ഒളിച്ച് കിടപ്പുണ്ട്. മിനിമം അതൊരു 2-3 കിലോയെങ്കിലും വരുമായിരിക്കും. എന്തായാലും നമുക്ക് ഇവിടെ അടുത്തടുത്ത് പോവാം. 2-3 കിലോയെങ്കിലും വരും. പിടിച്ച 2 ദിവസത്തെ കറിക്കുണ്ട്. കുറേ സക്കറികളൊക്കെ കിടപ്പുണ്ട്. നോക്ക്, അരാപ്പയ്മയുണ്ട് കേട്ടോ. അടിപൊളി സാധനം. ഇടില്ല കേട്ടോ. എന്തോ ഒരു മീനാണ്. പേരെന്താണോ എന്തോ. കുട്ടികളെ നിങ്ങളുടെ പേരെന്താ? കണ്ടത് കുറേ മീനുകളൊക്കെ ചത്ത കിടപ്പുണ്ടായിരുന്നു. ഇവരതിനടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല. ഏകദേശം 3-4 മീനോളം ചത്ത കിടപ്പുണ്ട്.
ഓ ചത്തതാണോ? ചത്ത് കിടക്കണില്ല, ചത്തതുപോലെ അഭിനയിച്ചതാണ് കേട്ടോ. അല്ലേ എവിടെ ചത്തില്ലേ ചെകളിൽ അടിച്ചോണ്ടിരിക്കണം. അപ്പം നേരത്തെ കിടക്കുന്നത് ചാവാത്ത കാണാറുണ്ട്. പോവാം. കഷ്ടപ്പെട്ട് ഓരോ മീനുകളെ വീതം മുക്കി മുക്കി എടുത്ത് പെയിൻ്റ് അടിച്ചെടുത്ത മീനുകളാണ്. ആരും കണ്ടില്ല എന്ന് അടിക്കരുത്. ഇഷ്ടം പോലെയുണ്ട്. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ഓറഞ്ചുണ്ട്, ചോപ്പില്ലയുടെ എല്ലാം ഉണ്ട്. ഞങ്ങളങ്ങനെ സ്രാവിൻ്റെ അടുത്തെത്തിയ ചെറിയ സ്രാവാണ്. ആ തിരണ്ടി ഉണ്ടല്ലോ, ആ വീശി വീശി പോവേന്ന്. ഇത് കാണുമ്പോൾ നമ്മുടെ പബ്ജിയാണ് ഓർമ്മ വരുന്നത്. ഇവിടെ കരയെ കയറി പറക്കടാ, ഇവിടെ കരയെ കയറി പറക്ക, വെള്ളത്തിൽ നിറയപ്പെടാ. പാവം, ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട്. അവിടേക്ക് പറയാൻ ഒറ്റയ്ക്ക് പാവം. നിന്റെ കൂട്ടാളി എവിടെ? വേണ്ട കാഴ്ച തന്നെ കേട്ടോ. എന്തുമാത്രം കളർ ഫിഷുകളാണെന്ന് അറിയാമോ? പല ടൈപ്പ്. അപ്പുറത്ത് നിന്നതിനെക്കാട്ടിലും നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാം ഇതെന്താ ഒരു പാറ്റേൺ പോലെ അടുക്കി വെച്ചിരിക്കുന്നു. അനങ്ങത്തില്ലേ, കുറേ ഉണ്ടല്ലോ. ആൾക്കാരുണ്ടല്ലോ ഇവിടെയാണ്. ിരിക്കുന്നു. ഇത് ചത്ത് അല്ല, ആ ജീവയുണ്ട്. ചാവാറായി ഏട്ടാ. ഇതാ നിൽക്കുന്ന പഫർ ഫിഷ്. ഉള്ള മീനുകൾ ഒതുങ്ങി കിടപ്പുണ്ട് കേട്ടോ. ടണൽ കഴിഞ്ഞ് നേരെ വരുന്നത് അടിപൊളി ഹമൂറിൻ്റെ അടുത്തോട്ടാണ്. നോക്കിയാണ് ഏകദേശം ഒരു 10-15 കിലോയെങ്കിലും വരും. അടിപൊളി സാധനം. ഹമൂറ് മാത്രമല്ല, കുറേ കൊഞ്ചും കിടക്കുന്നു. കൊഞ്ച്, ഈല്, അടിപൊളി തന്നെ കേട്ടോ കാണാൻ. അതിൻ്റെ കുട്ടിയായിരിക്കും കേട്ടോ ഇത്. ഓ, അതിൻ്റെ കുട്ടി വേറെ ഉണ്ട്. ചെറുതൊരെണ്ണം കിടക്കാൻ നോക്കിയാൽ. ഓ, ഈലുണ്ട്. ഇങ്ങോട്ട് നോക്കടാ, പോരുന്നു ചട്ടിയിലാവാം. രക്ഷയില്ല കേട്ടോ. എവിടെ പോയാലും നേരത്തെ നോക്കിയിട്ട് ഇവിടെ കളർ മീൻ അടിപൊളി തന്നെ കേട്ടോ. ഇതിനെ കാണാൻ തന്നെ. അലിഗേറ്റർ കാറല്ലേ തന്നെ. അടുത്തൊരു കിടിലൻ സാധനത്തെ കാണിച്ചു തരാം. ഒരാളിവിടെ ഒതുങ്ങി കിടപ്പുണ്ട്. അടിപൊളി സാധനം. ഒരു മാറി നിന്നിരുന്നെങ്കിൽ ഫുൾ വ്യൂ കിട്ടുമായിരുന്നു കേട്ടോ. അലിഗേറ്റർ കാറല്ലേ. എന്തായാലും ഇതിൻ്റെ കുട്ടികളല്ല, ഇതിൻ്റെ ഭക്ഷണമായിരിക്കും. പക്ഷെ അതിൻ്റെ പല്ലി കൊടുക്കൂല്ലേ ഇതിനൊക്കെ തന്ന മീനുകളുണ്ട്. സിൽവർ കളറല്ലേ. ണ്ട് അടിപൊളി. ഏകദേശം എൻ്റെ തലയുടെ വലുപ്പമുണ്ട് കേട്ടോ. അത് വാഹയല്ലേ, ഇത് അരോണയും കിടക്കണ്. ഇതിൻ്റെ മ്യൂസിക് എന്ത് പറ്റി? ഇങ്ങനെയാണോ ഇത്? അതിൻ്റെ ചുണ്ട് ഡാമേജ് ആയതാണോ? വെള്ളത്തിൽ കിടക്കുന്ന പൂച്ചയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം ഇതെന്ന് വെച്ചാൽ 2 ലെയറാണ് ഇവിടെ വെള്ളം. ഈ ഒരു ഫസ്റ്റ് ലെയറിൽ മീനും ഉണ്ട്, അപ്പുറത്തെ ലെയറിലും മീനുണ്ട്. നടുക്ക് വേക്കൻ്റാണ്. അവിടെയാണ് ഈ പൂച്ച കിടക്കുന്നത്. എന്തായാലും കൊള്ളാം, കാണാൻ ഭംഗിയൊക്കെ തന്നെയാണ്. എന്തായാലും അടുത്തേക്ക് പോവാം. മറ്റേ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. പൈസ ഉള്ളവർക്ക് എന്തും വാങ്ങിക്കാം. നല്ല വിശാലമായ ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട് അടുത്ത്. അലുവ മേടിക്കാം. ഞങ്ങളെ കൊണ്ട് അലുവ മേടിപ്പിച്ചു. അലുവ കിട്ടി. എല്ലാം കഴിഞ്ഞ് പുറത്തെത്തിയപ്പോഴത്തേക്കും വലിയൊരു 5 ഊഞ്ഞാൽ
പിന്നെ എന്തോ കപ്പലോ അങ്ങനെ എല്ലാമൊക്കെ ഉണ്ട്. എന്തിലും വേണോ കയറാം. മരണക്കിണറും ഉണ്ട്. അവസാനം അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഓടേണ്ടി വരും. ഞങ്ങളിത് അഞ്ഞിന് ഊഞ്ഞാലിൽ കയറാൻ പോവുകയാണ്. എന്തരാവോ ഒന്നു. അപ്പോൾ ഫ്രണ്ട്സ് ഇത് അനങ്ങിയിട്ടുണ്ട് കേട്ടോ. അയ്യോ 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 അയ്യോ, ഫോൺ പിടിക്കണോ വണ്ടി പിടിക്കണോ? അയ്യോ താഴെ വന്നപ്പോൾ കുഴപ്പമില്ല കേട്ടാ. തിരിച്ചു വരുന്നത് അപ്പോൾ ആശ്രമ മൈതാനത്തെ ആകാശ കാഴ്ചയുടെ അഞ്ഞൽ ഊഞ്ഞാൽ പതിയെ പതിയെ സ്പീഡ് കൂടുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ട് പേടിയും വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഓ സിമ്പിൾ, കുഴപ്പമില്ല. വീണ്ടും ആകാശത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആകാശ കാഴ്ച. അവിടെയും അഞ്ഞൽ ഊഞ്ഞാലുണ്ട് കേട്ടോ. അത് ചെറുതാണെന്ന് തോന്നണം, ഇത് വലുത് തന്നെ, കുഴപ്പമില്ല. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഓഷ്യൻ്റെ അവിടെ നിന്നും നമ്മളത് നേരെ അവിടേക്ക് വന്നിട്ടുണ്ട്. അവിടെ പോയി എന്താണ് സെപ്പറേറ്റ് ടിക്കറ്റാണ് അത് നമ്മൾ വാങ്ങിച്ചത്. അത് ഇവിടെ കുറേ ബേഡ്സ് ഉണ്ട്. ഇതിലിപ്പോൾ കാണാനുള്ള 360 മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂട്ടിനകത്താണ് കേട്ടോ. ചത്തൊരു ഇഗ്വാനയല്ല, ജീവനുള്ള ഇഗ്വാനയാണ്. മക്കളെ ഉറക്കമാണ്. പോയി കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ വാങ്കോഴിയോ ടർക്കിയോ? പോയി. ഇതേ നല്ല എലിയൊക്കെ ഉണ്ട് ഇവിടെ വാങ്ങിക്കേ. ഇവിടെ കയ്യിരിക്കുന്ന പാരറ്റല്ലേ? പാരറ്റല്ലേ? ഹായ് ഹായ് ഹായ്. ഇതെന്താ കാട്ടുകോഴിയല്ലേ? കാട്ടുകോഴി. ഹലോ. ഹായ് പാമ്പ്. ഉള്ള പാമ്പ്. തീറ്റയൊന്നും കിട്ടിയില്ലെങ്കിൽ ചേട്ടനെ തിന്നോ. 2-3 ആഴ്ചത്തേക്കുള്ള തീറ്റയുണ്ട്. അയ്യോ അത് ക്യാമറയിലൊക്കെ കിട്ടില്ല, ഫോക്കസ് ആയില്ല. കിട്ടി. ഓക്കെ. അപ്പോൾ 360 വ്യൂ ഡിഗ്രിയിൽ ചെയ്തിട്ട് നമ്മളത് കയറി നിൽക്കുകയാണ്. ഇവിടെ എന്താണെന്ന് നോക്കാം. പ്രൊജക്ടർ ആണല്ലേ? അലാവുദ്ദീൻ വന്നല്ലേ? അടിപൊളിയാണ് കേട്ടോ സംഗതി. ബാക്കി ഞാൻ കാണട്ടെ. ഇത് കാണേണ്ട ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അത് കണ്ടിട്ടിറങ്ങിയ കേട്ടോ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ നിർത്തി വെച്ചിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരുന്നു. അടിപൊളിയായിട്ടോ അതിൻ്റെ അകത്ത്.